നമസ്കാരം, കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. പള്ളുരുത്തിയിലെ ഹിജാബ് വിവാദത്തിൽ ആർക്കാണ് ശരിക്കും നഷ്ടം? നഷ്ടം മറ്റാർക്കുമല്ല, അത് കോൺഗ്രസിന് തന്നെയാണ്. ഇതോടുകൂടി ഈ വിവാദം ചൂടുപിടിച്ചതോടുകൂടി ക്രൈസ്തവ വിഭാഗങ്ങൾക്കിടയിൽ കോൺഗ്രസിനോട് വീണ്ടും അകൽച്ചയുണ്ടായി എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഹൈബി ഈഡനെ പോലുള്ളവർ ഹിജാബ് വിവാദം വളരെ രമ്യമായി പരിഹരിക്കാൻ, ഒത്തുതീർപ്പുണ്ടാക്കാൻ ശ്രമിച്ചെങ്കിലും അത് വിപരീത ഫലം ഉണ്ടാക്കി എന്നാണ് ചില ക്രൈസ്തവ നേതാക്കൾ തന്നെ പറയുന്നത്. ഹൈബീഡിനെ പോലുള്ളവർ വളരെ കാര്യമായി തന്നെ, അല്ലെങ്കിൽ ഈ വിഷയം അവസാനിക്കണം എന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് ഇടപെട്ടതെങ്കിലും അത് വേറൊരു രീതിയിൽ വ്യാഖ്യാനിക്കപ്പെടുകയായിരുന്നു. ക്രൈസ്തവ സമൂഹം പൊതുവെ കോൺഗ്രസുമായി അകന്നു നിൽക്കുകയായിരുന്നു. എന്നാൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനും UDFനും അനുകൂലമായ നീക്കം ക്രൈസ്തവ സമൂഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമെന്നുള്ള സൂചനകളൊക്കെ ഉണ്ടായിരുന്നു. ചില സഭാ മേലധ്യക്ഷന്മാർ ജോസ് കെ മാണിയോട് UDFിലേക്ക് തിരിച്ചു വരണമെന്ന് ആവശ്യപ്പെടുന്ന അന്തരീക്ഷവുമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ക്രൈസ്തവ വോട്ടുകൾ വീണ്ടും തങ്ങൾക്ക് ലഭിക്കുമെന്നുള്ള ഒരു വിശ്വാസം കോൺഗ്രസ് UDF നേതൃത്വത്തിനുണ്ടായിരുന്നു. പ്രത്യേകിച്ച് KPCC അധ്യക്ഷനായി സണ്ണി ജോസഫ് വരികയും ക്രൈസ്തവ വിഭാഗങ്ങളെ കൂടുതൽ ചേർത്ത് നിർത്താൻ കോൺഗ്രസ് ഒരുക്കമാണെന്നുള്ള സൂചനകൾ പ്രസരിപ്പിക്കുകയും ചെയ്തതോടെ കാര്യങ്ങളെല്ലാം തങ്ങളുടെ വഴിക്കായി എന്നാണ് കോൺഗ്രസ് നേതൃത്വം കരുതിയിരുന്നത്. എന്നാൽ ഈ ഹിജാബ് വിവാദം അതെല്ലാം തകിടം മറിച്ചു, തല കീഴ്മേൽ മറിച്ചു. ഇപ്പോൾ ഹിജാബ് വിവാദത്തിൽ കോൺഗ്രസ് എടുത്ത നിലപാട് അത്ര സുഖകരമായ നിലപാടില്ലെന്നും ഒട്ടകപ്പക്ഷിയെപ്പോലെ മണ്ണിൽ തലപൂട്ടി നിൽക്കുന്ന ഒരു നിലപാടാണ്, ഒട്ടകപ്പക്ഷി നയമാണ് ഇക്കാര്യത്തിൽ കോൺഗ്രസ് UDF നേതൃത്വം സ്വീകരിച്ചതെന്നും അത് ക്രൈസ്തവ വിഭാഗത്തിന് അംഗീകരിക്കാൻ പറ്റുന്നതല്ലെന്നുമുള്ള ഒരു സൂചനയാണ് ഇപ്പോൾ ആ കേന്ദ്രങ്ങളിൽ നിന്ന് ലഭിക്കുന്നത്. BJP നേതാവ് ഷോൺ ജോർജിനെ പോലെയുള്ളവർ ഇടപെട്ടതുകൊണ്ടാണ് തങ്ങൾക്ക് തലയുയർത്തി നിൽക്കാൻ സാധിച്ചതെന്നും, അല്ലെങ്കിൽ വലിയ സമ്മർദ്ദം അനുഭവിക്കേണ്ടി വരുമായിരുന്നുവെന്നൊക്കെ സ്കൂൾ അധികൃതർ മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞത് വലിയ തോതിൽ കോൺഗ്രസിന് വിഷയമായിട്ടുണ്ട്, പ്രതിസന്ധി ഉണ്ടാക്കിയിട്ടുണ്ട്. ക്രൈസ്തവ സമൂഹം ഇക്കാര്യത്തിൽ ആദ്യമൊന്ന് അമ്പരന്ന് നിന്നെങ്കിലും പിന്നീട് അത്യാവശ്യം ശക്തിയായി പ്രതിരോധിക്കാൻ ശ്രമിച്ചു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിനു മുമ്പ് മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ നിസ്കാര മുറി വേണമെന്നുള്ള ആവശ്യം ഉയർന്നപ്പോഴും ക്രൈസ്തവ മതമേലധ്യക്ഷന്മാർ അതിശക്തമായി എതിർക്കുകയുണ്ടായി. അതുപോലെ തന്നെ ഹിജാബ് വിഷയത്തിലും ക്രൈസ്തവ മതമേലധ്യക്ഷന്മാരുടെ പിന്തുണ സ്കൂളുകൾക്കും ഈ സ്കൂളിലെ അധികൃതർക്കും കന്യാസ്ത്രീകൾക്കും ലഭിച്ചു എന്നതാണ് സത്യം. അങ്ങനെ വരുമ്പോൾ കോൺഗ്രസിൻ്റെ വോട്ട് ബാങ്കായ, പ്രത്യേകിച്ച് പള്ളുരുത്തിയിലും കൊച്ചിയിലും ഒക്കെ ഉള്ള ലത്തീൻ ക്രൈസ്തവർ പൊതുവെ ദശാബ്ദങ്ങളായി കോൺഗ്രസിൻ്റെ വോട്ട് ബാങ്കാണ്. അതുകൂടി കോൺഗ്രസിന് ഇത്തവണ നഷ്ടപ്പെടുമോ എന്നുള്ള ഭയമാണ് അവർക്കുള്ളത്. കാരണം ഹിജാബ് വിവാദത്തിൽ കോൺഗ്രസ് നിശബ്ദത പാലിച്ചുവെന്നും അത് മുസ്ലിം സംഘടനകൾക്ക് അത് ഗുണമുണ്ടാക്കിയെന്നും ക്രൈസ്തവ സംഘടനകൾക്ക്, പ്രത്യേകിച്ച് ക്രൈസ്തവ വിഭാഗത്തിന് അതുകൊണ്ട് കോൺഗ്രസിൻ്റെ നിലപാട് കൊണ്ട് യാതൊരു പ്രയോജനവും ഉണ്ടായില്ലെന്നും തങ്ങൾക്ക് അനുകൂലമായി നിലപാടെടുക്കാൻ ശ്രമിച്ച ഹൈബി ഈഡനെ മുസ്ലിം സംഘടനകൾ ആക്ഷേപിച്ചപ്പോൾ കോൺഗ്രസ് അദ്ദേഹത്തെ സംരക്ഷിക്കാൻ മുന്നോട്ട് വന്നില്ലെന്നുമൊക്കെയാണ് ഇപ്പോൾ ക്രൈസ്തവ സംഘടനാ നേതാക്കൾ പറയുന്നത്, പ്രത്യേകിച്ച് മതമേലധ്യക്ഷന്മാർ പറയുന്നത്. അതുകൊണ്ട് കോൺഗ്രസിൽ അവശേഷിക്കുന്ന വിശ്വാസം കൂടി ക്രൈസ്തവ സമൂഹത്തിന് നഷ്ടപ്പെട്ടുവെന്നാണ് ഇപ്പോൾ അവർ സൂചിപ്പിക്കുന്നത്. ഹിജാബ് വിവാദത്തിലൂടെ കോൺഗ്രസുമായിട്ടുള്ള അകൽച്ച കൂടുതൽ വലുതാകുകയായിരുന്നുവെന്നും ഇനി ക്രൈസ്തവ സമൂഹം കോൺഗ്രസുമായിട്ടുള്ള യാതൊരു തര ഇടപാടിനും, അത് രാഷ്ട്രീയമായിക്കോട്ടെ മറ്റു തരത്തിലായിക്കോട്ടെ, യാതൊരു തര ബാന്ധവത്തിനും തങ്ങൾക്ക് താല്പര്യമില്ലെന്നും ഈ വിഷയത്തിൽ കോൺഗ്രസ് നേതൃത്വം തങ്ങൾക്കൊപ്പം നിന്നില്ല എന്നും തങ്ങൾക്കൊപ്പം നിന്ന് ഹൈബി ഈഡനെ കോൺഗ്രസ് നേതൃത്വം കൈവിട്ടുവെന്നും ഇതൊരിക്കലും അംഗീകരിക്കാൻ കഴിയില്ലെന്നുമുള്ള നിലപാടാണ് ഇപ്പോൾ ക്രൈസ്തവ നേതൃത്വം എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഹിജാബ് വിവാദം യഥാർത്ഥത്തിൽ അപകടമായി തീർന്നത് മറ്റാർക്കുമല്ല, കോൺഗ്രസിന് തന്നെയാണ്. കോൺഗ്രസിന് ഇപ്പോൾ ഭയക്കുന്നുണ്ട് അവർ. കാരണം അവരുടെ വോട്ട് വലിയ തോതിൽ ചോർത്താൻ ഈ വിവാദം കാരണമാകുമോ? കാരണം നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഏതായാലും ഇനി 5 മാസമല്ലേ ബാക്കിയുള്ളൂ. അതുകൊണ്ട് ഈ വിവാദം തങ്ങളുടെ ക്രൈസ്തവ വോട്ടുകളെ ചോർത്തിയെടുത്താൽ ഭരണത്തിൽ വരിക വലിയ ബുദ്ധിമുട്ടാകുമെന്ന് കോൺഗ്രസ് നേതൃത്വത്തിന് നന്നായി അറിയാം. എന്നാൽ അവർക്ക് ഇവരായിട്ടൊന്നും ഒരു സംഭാഷണം നടത്താൻ പോലും കഴിയുന്നില്ല എന്നുള്ളതാണ് അവസ്ഥ. ക്രൈസ്തവ മതമേലധ്യക്ഷന്മാർ കോൺഗ്രസിനെ കൈവിടുന്ന സൂചന നൽകിക്കഴിഞ്ഞു എന്ന് മാത്രമല്ല, BJPയുമായി അവർ കൂടുതൽ അടുക്കുകയാണെന്നുള്ള സൂചനയും നൽകുകയാണ്. ഷോൺ ജോർജിനെ പോലൊരു നേതാവ് വെറുതെയല്ല ഇത്തരം കാര്യത്തിൽ ഇടപെട്ടതെന്നും അത് ക്രൈസ്തവ സഭകൾക്ക് വലിയ താല്പര്യം ഷോൺ ജോർജിൻ്റെ ഇടപെടൽ ഉണ്ടാക്കിയെന്നുമാണ് പല ക്രൈസ്തവ നേതാക്കളും നമ്മളോട് പറയുന്നത്. അതുകൊണ്ട് തന്നെ കോൺഗ്രസിലുള്ള തങ്ങളുടെ അവിശ്വാസം വീണ്ടും വർദ്ധിക്കുകയാണെന്നുള്ള സൂചനയാണ് ക്രൈസ്തവ വിഭാഗം ഈ ഹിജാബ് വിവാദത്തിലൂടെ നൽകുന്നത്.